മൈ ജിയോയ്ക്കൊപ്പം നിങ്ങളുടെ ജിയോ നമ്പറുകൾ എങ്ങനെ വീണ്ടും പരിശോധിക്കാം? സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സേവനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. മൊബൈൽ നമ്പർ പുനഃപരിശോധിക്കാനായി കാത്തിരിക്കുകയാണെങ്കിൽ മൈ ജിയോ ആപ്പിൽ ഒരു പുനഃപരിശോധനാ സന്ദേശം പ്രദർശിപ്പിക്കും. മൈ ജിയോ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ജിയോ നമ്പറുകൾ പുനഃപരിശോധിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് ഈ വീഡിയോ നിങ്ങളെ നയിക്കും. മൊബൈൽ നമ്പറുകൾ പുനഃപരിശോധിക്കാൻ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുക. ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും 183 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. മൈ ജിയോ ആപ്പ് തുറന്ന് നിങ്ങളുടെ ജിയോ നമ്പറും OTPയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ജിയോ നമ്പർ പുനഃപരിശോധന ആവശ്യമാണെങ്കിൽ റീവെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ബാനർ മൈ ജിയോയിൽ നിങ്ങൾ കാണും. റീവെരിഫൈ നൗ ടാപ്പ് ചെയ്യുക. നിർദ്ദേശങ്ങൾ വായിച്ച് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് OTP ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ജനറേറ്റ് OTP ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കും. OTP നൽകി വെരിഫൈ ടാപ്പ് ചെയ്യുക. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒരു പ്ലെയിൻ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ മുഖം നേരെയാക്കുക. ഫ്രെയിമിന്റെ പരമാവധി വിസ്തീർണം നിങ്ങളുടെ മുഖം മറയ്ക്കണം. ഫോട്ടോ എടുത്ത ശേഷം പ്രൊസീഡ് ടാപ്പ് ചെയ്യുക. തെറ്റായ ചിത്രങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇതാ. മുഖം പരമാവധി ചിത്രം മറയ്ക്കുകയും ക്യാമറയിലേക്ക് നേരിട്ട് നോക്കുകയും വേണം. ഫോട്ടോയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. പ്രൊസീഡ് ടാപ്പ് ചെയ്യുക. പുനഃപരിശോധനാ അഭ്യർത്ഥന സമർപ്പിക്കപ്പെടുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യും. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജിയോ നമ്പറിന്റെ പുനഃപരിശോധനാ നിലയെക്കുറിച്ച് ഒരു SMS അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കും. നിങ്ങളുടെ കൈവശം ആധാർ ഇല്ലെങ്കിലോ നിങ്ങളുടെ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിലോ മറ്റൊരു ID പ്രൂഫ് ഉപയോഗിച്ച് വീണ്ടും പരിശോധിക്കാൻ ദയവായി ഈ ഘട്ടങ്ങൾ പാലിക്കുക. റീവെരിഫൈ നൗ, പ്രൊസീഡ് എന്നിവയിൽ ടാപ്പ് ചെയ്ത ശേഷം വെരിഫൈ യൂസിംഗ് അനദർ ID പ്രൂഫ് തിരഞ്ഞെടുക്കുക. ഡോക്യുമെന്റ് തരം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇനി പറയുന്ന ഡോക്യുമെന്റ് തരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാം: ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, മറ്റുള്ളവ. ഫ്രണ്ട് സൈഡ് ക്യാപ്ചർ ചെയ്യുക എന്നത് ടാപ്പ് ചെയ്യുക. മുമ്പത്തെ സ്ക്രീനിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയുടെ ചിത്രം പകർത്തുക. നിങ്ങളുടെ ID പ്രൂഫിന്റെ മുൻവശത്തെ ഫോട്ടോ എടുക്കുക. ചിത്രം മങ്ങിയതാണെങ്കിൽ ചിത്രം വീണ്ടും എടുക്കുക എന്നതിൽ ടാപ്പ് ചെയ്ത് മറ്റൊരു ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ ID പ്രൂഫിന്റെ പിൻവശത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് പ്രൊസീഡ് ടാപ്പ് ചെയ്യുക. ഈ ചിത്രങ്ങൾ പോലെ ചിത്രങ്ങൾ മങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുക. അനുബന്ധ വിശദാംശങ്ങൾ നൽകി പ്രൊസീഡ് ടാപ്പ് ചെയ്യുക. ഈ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒരു പ്ലെയിൻ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ മുഖം നേരെയാക്കുക. ഫ്രെയിമിന്റെ പരമാവധി വിസ്തീർണം നിങ്ങളുടെ മുഖം മറയ്ക്കണം. ഫോട്ടോ എടുത്ത ശേഷം പ്രൊസീഡ് ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് OTP എവിടെ നിന്ന് ലഭിക്കണമെന്ന് തിരഞ്ഞെടുക്കുക. OTP നൽകി വെരിഫൈ ടാപ്പ് ചെയ്യുക. പുനഃപരിശോധനാ അഭ്യർത്ഥന സമർപ്പിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യും. നന്ദി.